ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ബാലചന്ദ്രൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു കൃഷിയെ സംബന്ധിച്ചുള്ളൊരു വീഡിയോയുമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ടെറസിൻ്റെ മുകളിൽ 3-4 മൂട് പയർ നട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അത് 10-45 ദിവസമായി. ഇന്ന് പറിക്കാൻ 5-6 പയറുണ്ട്. കറി വയ്ക്കാൻ വേണ്ടി 5-6 പയർ പറിക്കണം. അതിനുവേണ്ടി നമ്മൾ രാവിലെ ഇതിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞ് കൃഷിത്തോട്ടം. അങ്ങനെ നമ്മൾ പയർ തോട്ടത്തിലേക്ക് രാവിലെ കയറി വന്നു. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പയറുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലുതായൊക്കെ നമുക്കിന്ന് പറിക്കണം. അപ്പോൾ ഏകദേശം നമുക്ക് 1 കിലോളം പറിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ടെറസിൻ്റെ മുകളിലൊക്കെ ചുമ്മാ വേസ്റ്റ് കിടക്കുന്ന താവൂക്കിൻ്റെ വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പന്തലൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ നിർത്തിയിട്ട് നമുക്ക് പന്തലിടാം. അപ്പോൾ അങ്ങനെ നമുക്ക് ടെറസിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാം. നമുക്ക് കമ്പൊന്നും വേറെ കുഴിച്ചിടാനുള്ളൊരു പ്ലേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ താവൂക്കിൻ്റെ പീസ് ഉണ്ടാക്കി അതാണ് നല്ലത്. അതിൻ്റെ ചെറിയ ഹോളുള്ള കല്ലായിരിക്കണം. അപ്പോൾ അതിൽ നമുക്ക് അതിനകത്ത് ഇറക്കി കമ്പ് നിർത്തിയിട്ട് ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് പയറൊന്നുമില്ല, കുറച്ച് നമുക്ക് അത്യാവശ്യം പറിക്കാനുള്ള 1 കിലോയ്ക്കോളം പയർ ഇതിനകത്തുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട കമ്പ് വരെ ഇതിന് പന്തലിട്ട ഇതൊക്കെ ഒടിഞ്ഞു പോയി. കാരണം അത്രയ്ക്ക് പയറതിൽ ഇതിന് കുറേ അധികം പയറുള്ള വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒടിഞ്ഞ്. പക്ഷേ ഇത് നീളമുള്ള പയറാണ്. 18 മണി എന്നാണ് തന്ന നേരത്ത് പറഞ്ഞത്. അപ്പോൾ ഈ നട്ടേക്കുന്നതാണ് നമ്മൾ പഴയ ഒരു TV-യുടെ കവറാണ്, ബാക്ക് കവറാണ്. അത് അതിൻ്റെ ഗ്ലാസ് മാത്രം ഫ്രണ്ടിലുള്ള എടുത്ത് കളഞ്ഞിട്ട് ബാക്കി അതിൽ മണ്ണൊക്കെ നിറച്ച് അങ്ങനെയാണ്. ഇതാവുന്ന നേരത്ത് നമുക്ക് നല്ലവണ്ണം അതിനകത്ത് കുറേ തൊണ്ടൊക്കെ നിറച്ചിട്ട് കുറേ മണ്ണും കൂടെ ഇടുന്ന നേരത്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ വീട്ടിലൊക്കെ കളയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിറക്കിയെടുത്ത് നമുക്കിതേപോലെ കൃഷി ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ പയറൊക്കെ നമുക്കിനി പറിച്ച് എടുക്കാം. ഇപ്പോൾ കുറേയൊക്കെ ഇതിനകത്ത് ചോനാനുറുമ്പുണ്ട്. അത് നമ്മളെ പയർ കുറേയൊക്കെ ഇത് കടിച്ച് ഒരു സൈഡൊക്കെ തിന്നിട്ടുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഈ വീഡിയോ കാണുന്നവർ എന്തെങ്കിലും അതിന് മാർഗം, അത് ചോനാനുറുമ്പ് പോകാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. നമുക്ക് അത്യാവശ്യം ഇത്രയും ഇന്ന് പയർ നമ്മൾ കുറച്ചെടുത്ത്. അപ്പോൾ ഒരുവിധം നമ്മൾ വലുതായി ഉള്ളത് മാത്രമേ പറിച്ചുള്ളൂ. ഇനിയും നമുക്ക് ഇതിൽ കുറേ പയർ പറിക്കാനുണ്ട്. ഇന്നത്തേക്ക് നമ്മൾ പറിച്ചെടുത്ത്. ഇനി നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പറിക്കാൻ കുറേ കൂടെ പയറുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. ടാറ്റാ.